കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനസ്വേലൻ ബോട്ടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. വെനസ്വേലിയൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയും വെനസ്വേലയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അരങ്ങ് തകർക്കുമ്പോൾ പി ജെയിംസ് വരുന്നതിനെ കുറിച്ച് പ്രതികരിക്കാൻ പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ പ്രഭാതവും പി ജെയിംസ് നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമ്പാദ്യമൊക്കെ കൂടുന്നു, ക്യാഷ് ബാലൻസ് കൂടുന്നു, അങ്ങനെ എല്ലാം കൊണ്ടും സുഖമായിരിക്കട്ടെ. ക്യാഷ് ബാലൻസിനേക്കാൾ നല്ല മനുഷ്യരെ കാണാൻ പറ്റുന്ന സ്കെയിൻ, അതാണ് പ്രധാനപ്പെട്ടത്. അതിന് എവിടെ പോയി ചോദിച്ചത്? അതെ, എവിടെ പോയി കണ്ടു എന്ന് ചോദിക്കാം. നല്ല മനുഷ്യൻ ലോകമെമ്പാടും കാണുകയാണ് എസ്കെയിൻ അടക്കം. ഓക്കെ, ഞാനൊരു നല്ല മനുഷ്യനാണ്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. പറയൂ എസ്കെയിൻ. അന്താരാഷ്ട്ര തലത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടമാണ്. ഇപ്പോൾ വെനിൻസുവല, ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യത്തെ കയറി ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓരോ മിനിറ്റിലും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 15ാമത്തെ ബോട്ടാണ്, വെനിൻസുലൻ ബോട്ടിനെയാണ് ഒരു നിയമവുമില്ലാതെ അമേരിക്കയുടെ നാവികസേന ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ 100ഓളം പേർ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു. വെനിൻസുലക്കാരും മറ്റുള്ളവരും ഉണ്ട്. അതിൽ മയക്കുമരുന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ നേരെ നാവികസേന ആക്രമിച്ച് ഇവരെ ബോട്ട് തകർക്കുന്നു, അതിലുള്ളവരെ കൊലപ്പെടുത്തുന്നു. നേരത്തെ രക്ഷപ്പെട്ട് തൂങ്ങിക്കിടന്ന 2 പേരെ രണ്ടാമതും ചെന്ന് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയത് അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എസ്കെയിൻ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന അവസ്ഥയാണ്. വെനിൻസുലൻ പ്രസിഡന്റ് നിക്കോളായ് മഡുറോ പറയുന്നത് ഞങ്ങളുടെ എണ്ണയും ഞങ്ങളുടെ ലാൻഡും ഞങ്ങളുടെ ഭൂമിയും എടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമമാണ് അമേരിക്ക നടക്കുന്നത്, എന്ത് വില കൊടുത്തും നേരിടും. പക്ഷെ ട്രംപ് പറയുന്നു 15,000 സേനയും 10 യുദ്ധക്കപ്പലുകളും, അതിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് വരെയുണ്ട്, അതെല്ലാം ഉപയോഗപ്പെടുത്തി കയറി ആക്രമിക്കും. വെനിൻസുലൻ പ്രസിഡന്റിനെ മാറ്റി പുതിയ റെജീം ചേഞ്ച്, പുതിയ ഭരണക്രമം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? US-ൻ്റെ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഓയിൽ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നത് സ്കെയിൻ. അതിപ്പോൾ അവിടെ നാഷണലൈസ് ചെയ്തിരിക്കുന്നു. അതിനെതിരെയുള്ളൊരു നീക്കം കൂടിയാണ്. ഹ്യൂഗോ ഷാവേസ് നേരത്തെ പ്രസിഡന്റായിരുന്ന കാലത്ത് അമേരിക്ക പലതവണ അവിടെ അട്ടിമറിക്ക് ശ്രമിച്ചതാണ്. ഇത് തന്നെ മഡൂറോയുടെ കാര്യത്തിലും നടത്തുന്നു. പക്ഷേ മഡൂറോ ഒരു ഏകാധിപതിയായി പോയി എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആയിട്ട് ഇപ്പോൾ നൊബേൽ സമാധാന സമ്മാനം നേടിയ മറിയ കൊറീന മച്ചോഡോയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നത്. എസ്കെയിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.